സംയുക്ത യുദ്ധവിമാന പദ്ധതി വീണ്ടും പ്രതിസന്ധിയിൽ. യൂറോപ്പിലെ വലിയ പ്രതിരോധ പദ്ധതികളൊന്നായ ഫ്രാൻസ് ജർമ്മനി സംയുക്ത യുദ്ധവിമാന പദ്ധതി ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജർമ്മൻ കമ്പനിയായ എയർബസും ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രധാന കാരണം. ഇതുമൂലം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. ഭാവിയിൽ ഉപയോഗിക്കാനുള്ള പുതിയ തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ കമ്പനികൾ തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പദ്ധതി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതേസമയം റഷ്യയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ യൂറോപ്പിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പ്രതിരോധ ചെലവ് കൂട്ടണമെന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ പദ്ധതി പരാജയപ്പെട്ടാൽ യൂറോപ്പിന്റെ പ്രതിരോധ ശേഷിയെ അത് ബാധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും ധാരണയിലെത്തിയാൽ പദ്ധതി തുടരാൻ ഇപ്പോഴും സാധ്യതയുണ്ടെന്നും അവർ സൂചിപ്പിക്കുന്നു. യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ ഭാവി ഇപ്പോൾ ചോദ്യചിഹ്നമായിട്ടാണ് തുടരുന്നത്. ബെർലിനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധം. ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ആയിരക്കണക്കിന് ആൾക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും അദ്ദേഹത്തിന്റെ സർക്കാരും രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. നിരവധി പേർ ജർമ്മൻ പതാകകളും മെർസ് മസ്റ്റ് ഗോ എന്നെഴുതിയ ബാനറുകളും കയ്യിൽ പിടിച്ചെത്തി. കുടിയേറ്റ നയം, നേരിട്ടുള്ള ജനാധിപത്യം, പൊതുപ്രക്ഷേപണ ഫീസ്, യുക്രൈനിനുള്ള ജർമ്മനിയുടെ പിന്തുണ തുടങ്ങിയ വിഷയങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ജർമ്മനി കൂടുതൽ ശ്രദ്ധ രാജ്യത്തിനുള്ളിലെ റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക വികസനം എന്നിവയിൽ നൽകണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ജർമ്മനിയുടെ പങ്കിനെക്കുറിച്ചും ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു. പോലീസിന്റെ കണക്ക് പ്രകാരം ഏകദേശം 2000 പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എന്നാൽ സംഘാടകർ 10,000 പേർ വരെ എത്തിയതായി അവകാശപ്പെടുന്നുണ്ട്. പ്രതിഷേധം കാരണം ബെർലിനിൽ നഗരമധ്യത്തിൽ ഗതാഗത തടസ്സങ്ങളും ഉണ്ടായി. കുടിയേറ്റം, സാമ്പത്തിക വെല്ലുവിളികൾ, പ്രതിരോധ ചെലവ്, യുക്രൈനിനുള്ള പിന്തുണ എന്നിവയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും തുടരുന്നതിനിടെയാണ് ഈ പ്രതിഷേധം നടന്നത്. ജർമ്മൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു സംഭവമായാണ് ഈ പ്രതിഷേധത്തെ വിലയിരുത്തുന്നത്. ജർമ്മനിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ പുതിയ നിയമം. ജർമ്മനിയിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന 9 ബില്യൺ യൂറോ വരെ പണം ഉണ്ടാകാമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരം അക്കൗണ്ടുകളുടെ ഉടമകൾ മരിച്ചതിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾക്കും അവകാശികൾക്കും ആ പണം കണ്ടെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്നു. കാരണം രാജ്യത്ത് ഇത്തരം നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്ര രജിസ്റ്റർ നിലവിലില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ചാൻസലർ ഫ്രീഡ്രിഷ് മെർസിന്റെ സർക്കാർ ഒരു പുതിയ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഒരു കേന്ദ്ര രജിസ്റ്ററിൽ സൂക്ഷിക്കാനാണ് പദ്ധതി. ഇത് നടപ്പിലായാൽ അവകാശികൾക്ക് നഷ്ടപ്പെട്ട നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ എളുപ്പമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ മറഞ്ഞുകിടക്കുന്ന പണം കണ്ടെത്തുന്നതിനും ഇത് വളരെ സഹായകരമായിരിക്കും. ജർമ്മനിയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു പുതിയ നടപടിയായാണ് ഈ പുതിയ നിയമത്തെ വിലയിരുത്തുന്നത്. ജർമ്മൻ സർക്കാരിനുള്ള പിന്തുണ കുറയുന്നു. പുതിയ അഭിപ്രായ സർവേ പ്രകാരം ജർമ്മൻ ജനങ്ങളിൽ സർക്കാരിനോടുള്ള പിന്തുണ കുറയുന്നതായി കാണിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഒരു കാലത്ത് ജർമ്മനിയുടെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കപ്പെട്ടിരുന്ന സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ്. ഉയർന്ന ചെലവുകൾ, മന്ദഗതിയിലുള്ള വളർച്ച, വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതേസമയം അന്താരാഷ്ട്ര രംഗത്തും ജർമ്മനി തിരിച്ചടി നേരിടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഒരു സീറ്റ് നേടാനുള്ള ബെർലിന്റെ ശ്രമം വിജയിച്ചില്ല. ഈ സംഭവങ്ങൾ ജർമ്മനിയുടെ ആഭ്യന്തരവും വിദേശവുമായ നയങ്ങളെക്കുറിച്ച് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സർക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്നാണ് വിമർശകർ ആവശ്യപ്പെടുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ജർമ്മനി നേരിടുന്ന സാമ്പത്തികവും നയതന്ത്രപരവുമായ വെല്ലുവിളികൾ മറികടക്കാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ജർമ്മനിയുടെ ഭാവി വികസനത്തെയും അന്താരാഷ്ട്ര സ്ഥാനത്തെയും ബാധിക്കാവുന്ന പ്രധാന വിഷയമായാണ് ഈ സാഹചര്യം വിലയിരുത്തപ്പെടുന്നത്.